ആരും കൊതിച്ചു പോകും പവന് ബോർഡ് റേറ്റിൽ നിന്ന് 1600 വിലക്കുറവിൽ സ്വർണം മേടിക്കാൻ. മാർക്കറ്റ് വിലയേക്കാൾ 1600 വരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി യൂസ്ഡ് ഗോൾഡ് വിൽക്കുന്ന ഒരു കട പരിചയപ്പെടാം. അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടോ? பக்கா ஹால்மார்க் எல்லாமே பார்த்து தான் செக் பண்ணி தான் வாங்குறேன். இது வரைக்கும் வாங்கி நான் சேலும் பண்ணியிருக்கேன். அதுவும் வாங்குறதுக்கு ரேட் லாபமா எனக்கு. സ്വർണ്ണവില 9295. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 9095 രൂപ മാത്രം. ഹയസ്റ്റ് റേറ്റ് ആയിട്ട് വരുന്നത് 9295. വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രാൻഡഡ് സാധനം മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. വലിയ വലിയ കടകളുടെ ബ്രാൻഡഡ് സാധനം യൂസ്ഡ് ഗോൾഡ് ഐറ്റമാണ്. ഫ്രഷ് അല്ല, പുതിയതല്ല, യൂസ്ഡ് ഗോൾഡ് ഐറ്റമാണ് കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടണം അല്ലേ ഈ ഒരു വീഡിയോ? കാരണം ഒരു കല്യാണമൊക്കെ സ്വർണ്ണം എടുക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ബോർഡ് റേറ്റിനേക്കാളും 1600 രൂപ. ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. ഹോൾമാർക്ക് ആണോ? ആണ്. 916 ആണോ? ആണ്. ബ്രാൻഡഡ് ആണോ? ആണ്. ഇതെല്ലാമാണ്. പല പല ബ്രാൻഡഡ് ജുവലറിയിൽ നിന്ന് ആൾക്കാർ മേടിച്ചിട്ട് ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്ന സ്വർണ്ണമാണ്. പാർക്ക് ആൻഡ് സെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? സ്വർണം പാർക്ക് ആൻഡ് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലം. അതാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. കണ്ടാ ഒരൊറ്റ സംശയം, ചേട്ടന്റെ ഈ ജുവലറി ഒരു പ്ലാറ്റ്ഫോം സൈഡ്, ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് നിങ്ങൾ ആൾക്കാരെ പറ്റിക്കില്ല. കാരണം ഈ സ്വർണത്തിന് എങ്ങനെ ഈ 916 ഹാൾമാർക്ക് സ്വർണ്ണം എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കാം? ഞാനിവിടെ മേക്ക് ചെയ്യുന്നതല്ല, വലിയ ജ്വല്ലറിക്കാര് സെയിൽ ചെയ്യുന്നത് റീസെയിലായിട്ട് എനിക്ക് വരുന്നതാണ്. അവർ ആസ്ക് ചെയ്യും, ഇനി എനിക്ക് ഇത്ര എമൗണ്ടിന് വിൽക്കണം എന്ന് പറയുമ്പോൾ ആ പ്രൈസിന് വിറ്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. യൂസ്ഡ് കാറൊക്കെ പോലെ. യൂസ്ഡ് കാർ പോലെ യൂസ്ഡ് ഗോൾഡ്, പഴയ സ്വർണ്ണം, യൂസ്ഡ് ഗോൾഡ് ആണ്. ഇത് പഴയ സ്വർണ്ണമാണെങ്കിൽ പുതിയതല്ലേ ഇരിക്കുന്നത്? ഒരു ദിവസം പോലും ഇട്ടാണല്ലോ ആൾക്കാരൊക്കെ കല്യാണം. ഞെട്ടരുത്. ഈ മാല മേടിക്കാനായിട്ട് ചെന്നൈന്ന് എവിടെ നിന്നാണ് ചേട്ടൻ വന്നത്? ചെന്നൈയിലെ ഈസിആർ കോവളം. எதுக்கு சென்னையில ഇവിടെ வந்தது? எனக்கு அங்க உள்ள பட்ஜெட்டோட இங்க கம்மியா இருக்கு, ரொம்ப கம்மியா இருக்கு. நான் ஃபிளைட்ல இருந்து வந்துட்டு போனா கூட எனக்கு ரொம்ப லாபமா கிடைக்குது. ஃபேமிலி மெம்பர்ஸ் எல்லாமே இங்க தான் பர்ச்சேஸ் பண்ணிட்டு இருக்காங்க. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു പവന് 1600 രൂപ വരെ ബോർഡ് വിലയിൽ 1600 വരെ കുറച്ചാണ് നിങ്ങൾ. எஸ், இந்த மாதிரி ரேட்டு எங்கேயும் நான் பார்த்ததில்ல. அவங்க ரெகுலரா இங்க தான் வந்து வாங்கிட்டு இருக்கோம். யாருக்கும் தெரியாது. இன்னைக்கு தான் ஃபர்ஸ்ட் நீங்க கேட்டனால நான் இந்த விஷயம். തമിഴ്നാട് ചെന്നൈയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൽ വന്നിട്ട് സ്വർണം എടുത്തിട്ട് പോവാണ്. കാരണം ഇത് വെച്ചാല് ഒരു സ്വർണം വാങ്ങിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു കസ്റ്റമർ ഇവിടെ സ്വർണം ഏൽപ്പിക്കുന്നു, ഇവര് ഇവിടുന്ന് മേടിക്കുന്നു. കസ്റ്റമറിന് വേണ്ട പൈസ അവർ വാങ്ങിച്ചു കൊടുക്കുന്നു, ഇവർക്ക് വേണ്ട പൈസയിൽ ഇവർക്ക് സ്വർണം കിട്ടും. നല്ല ലാഭത്തിൽ, ഭയങ്കര ലാഭത്തിൽ എനിക്ക് കിട്ടുന്നത്. അത് എനിക്ക് ഭയങ്കര അതിശയം. ചെന്നൈയിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ எப்ப திருப்பி போக போறோம்? ஒன்னொரு தான் வந்துட்டு போறதுக்கு எனக்கு தெரிஞ்சு ஆஃப் டேலே வந்துட்டு போயிடுவோம் வாங்கிட்டு. அவங்ககிட்ட கலெக்ஷன்ஸ் கேட்பாங்க, வாட்ஸ்அப்ல போட்டு வருவாங்க. கலெக்ஷன்ஸ் நல்லா இருந்துச்சுன்னா உடனே வந்து நாங்க அங்கிருந்து புக் பண்ணுவேன். ஏன்னா இவங்கள்ட்ட கிடைக்க ரேரு, இங்க இருக்கவங்களே வாங்குவோம்னு சொல்லி அங்கிருந்தே புக் பண்ணிடுவேன். இது யாருக்காக வாங்குறது? ஒய்ஃபுக்காக. கண்டிப்பா. ஓகே, அல்ல இத பப்ளிக்கா சொல்லிட்டேன். இது அங்க சென்னிല്ലെങ്കിലും ப்ராப்ளம் ஆயிடும். பர்சனலா சொல்ல முடியாதுல்ல. ஓகே அண்ணா, ஓகே. Thank you. ஃபுல் கோல்ட் தான், ஃபுல் கோல்டன். ஆமா, அந்த இத வாட்ச் எல்லாமே கோல்ட் லவ். எனக்கு கோல்ட்னா ரொம்ப பிடிக்கும். ரொம்ப பிடிக்கும். ஆமா, வாட்சே காணு. இந்த ஃபுல் கோல்ட் மேன். இந்த ஒயிட் கோல்ட் அண்ட் எஸ் மை லோகோ இருக்கு. இது ரொம்ப பிரமாதமா இருக்கு. Thank you. எல்லாமே நல்லா இருக்கு. Thanks. അപ്പതാ നമ്മള് ചെന്നൈയിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന് ആള് ഇവിടെ വന്ന് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒരു കാരണമല്ല, സ്വർണ്ണ വിലയിൽ നിന്ന്, പവന്റെ മാർക്കറ്റ് വിലയിൽ നിന്ന്, പണിക്കൂലിയുള്ള വിലയല്ല, മാർക്കറ്റ് വിലയിൽ നിന്ന് 1600 രൂപ വരെ விலக்குறவிലാണ് ഇവിടെ സ്വർണ്ണം വിൽക്കുന്നത്. என் ஃப்ரெண்ட்ஸ் சர்க்கிள் எல்லாமே இந்த மேரேஜ் ஃபங்க்ஷன்னா லோ பட்ஜெட் வச்சிருக்கோம். பட்ஜெட்டே கம்மியா இருக்கும். இங்க மினிமம் 1 லட்சம் இருந்தா வந்து வாங்கிட்டு போகலாம். எனக்கு தெரிஞ்சு 1 லட்சம் ரூபாய்க்கே நம்ம வந்தாலும் அவங்க கோல்டு தாராங்க. இதே இது நம்ம சாதா கடையில பண்ணா கண்டிப்பா கிடையாது. இது ஹால்மார்க்கு தானே? பக்கா ஹால்மார்க். எல்லாமே பார்த்து தான் செக் பண்ணி தான் வாங்குறேன். இது வரைக்கும் வாங்கி நான் சேலும் பண்ணியிருக்கேன். அதுவும் வாங்குறதுக்கு ரேட் லாபமா எனக்கு கிடைச்சது. ஓகே, அதால சந்தோஷம். தேங்க்யூ. உங்களை பார்த்தது ரொம்ப சந்தோஷம். உங்க பேரு? ஆனந்த் சார். ஆனந்த். ஓகே ஓகே, தேங்க்யூ அண்ணா. தேங்க்யூ. ഭയങ്കര ഈ കടയിൽ വന്നാ മതി. இந்த கடையில வந்தா போதும். இந்த மாதிரி உங்களுக்கு வாங்கிக்கலாம். கோல்டன் வாட்ச் கூட வாங்கிக்கலாம். ஆமா, கண்டிப்பா. ഫുൾ ഗോൾഡ്. നമുക്ക് ലോകത്തില് ഏറ്റവും വിലക്കുറവിൽ സ്വർണം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഒരു പവന് ബോർഡ് റേറ്റിൽ നിന്ന് 1600 വരെ കുറച്ച് കിട്ടും. നിനക്ക് അറിയാമോ? അങ്ങനെയുള്ള സ്ഥലമുണ്ടോ? ഇത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ആൻഡ് സെയിൽ എന്ന് കേട്ടില്ല. വണ്ടിയൊക്കെ പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുന്ന പോലെ ഗോൾഡ് പാർക്ക് ആൻഡ് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഏകദേശം 30 വർഷം വരെ പഴക്കമുള്ള മാലയും
ഇന്നലെ സെയിലിന് വന്ന മാലയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? മാല, വളകള് എല്ലാം എന്ന് വെച്ചാല് ചേട്ടാ സ്വർണം പവന് 1600 വരെ വിലക്കുറവിൽ ഇവിടെ വിൽക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും. കാരണം എനിക്ക് കസ്റ്റമർ കൊണ്ട് തന്നിട്ട് അവർ പറയുന്ന റേറ്റിനാണ് ഞാൻ വിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 200 കുറച്ചാണെങ്കിൽ ആ 200, 300 വാങ്ങി 300. ചില ആൾക്കാർ 10 വരെ വേണമെങ്കിൽ 10 വരെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നത്. ചേട്ടന് എന്താണ് ഇതിനകത്തുള്ള ലാഭം? ഞങ്ങൾക്ക് 1% ഞാൻ നോക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ആ ഒരു പ്രോഫിറ്റ് മാത്രം. അതെ. എത്ര വർഷമായി ബിസിനസ്? ഞാൻ 40 വർഷമായി. പക്ഷെ ഇത് ഇതുവരെ ആരെങ്കിലും പുറത്തറിഞ്ഞല്ലോ? പുറത്ത് അതെ, പുറത്ത് അറിയത്തില്ല. കുറച്ച് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ മാത്രമേ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. ഇത് ഇവിടെ ഇരിക്കുന്ന ഈ ഓർണമെന്റ്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഇത് ഏത് മോഡലാണ്? ഈ സാധനം ഏതാണ്? ഇതൊക്കെ നഗാസ് വർക്കാണ്, പക്ഷെ ഒറിജിനൽ നഗാസ് അല്ല. പണിക്കൂലി 40% എടുക്കും. നമ്മൾ കസ്റ്റമർ തന്നിട്ടുള്ളത് 10 വരെ മാത്രം. സ്വർണത്തിന്റെ വില മാത്രം കൊടുത്താൽ? സ്വർണ്ണ വില മാത്രമാണ്. എന്റെ ഇതിന് സ്വർണത്തിന്റെ വില മാത്രം? അതെ. ഓ, ഇത് ഈ കാണുന്നതിലെല്ലാം സ്വർണ്ണ വില മാത്രം. ചില വർക്ക് ഇതൊക്കെയാണെങ്കിൽ 100 രൂപ കുറച്ചൊക്കെ വരും, ചിലതൊക്കെ 100 രൂപ കുറച്ച്. ഗ്രാമിന് 100 രൂപ കുറച്ചാണ്. ഗ്രാമിന് ഹോൾമാർക്ക്, DS ഹോൾമാർക്ക്, HOD ബ്രാൻഡഡ് സാധനം മാത്രമേ യൂസ്ഡ് ഗോൾഡ് ചെയ്തോളൂ. ഇതെല്ലാം യൂസ്ഡ് ഗോൾഡാണ്, ഫ്രഷ് അല്ല, പുതിയ സാധനമേ അല്ല. ഒരാൾ ഉപയോഗിച്ചാൽ നമ്മളിത് കൊണ്ട് വിൽക്കാൻ സമീപിക്കും, ഞങ്ങളത് വിറ്റ് കൊടുക്കും. അത് വാങ്ങാൻ ആൾക്കാരുണ്ട്. കിട്ടുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് ഗ്രാമിന് കിട്ടുന്നത്. ലോക സ്വർണ്ണ വിപണിയിൽ വൻ ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇതിന്റെ ഒരു ആഘാതം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നിങ്ങൾക്ക് പുറത്തെ ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും സ്വർണ്ണം ബോർഡ് റേറ്റിൽ ഇന്ന് പവന് 75,000 ബോർഡ് വിലയെങ്കിൽ അതിൽ നിന്ന് 1600 രൂപ വരെ കുറച്ച് കൊടുക്കുന്ന ഒരു ജ്വല്ലറി അല്ല ഇത്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്കാൻ സെയിലെന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു കസ്റ്റമർ ടു കസ്റ്റമർ ഡയറക്റ്റ് വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ 40-ലധികം വർഷമായിട്ട് ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കസ്റ്റമർ ഇവിടെ കൊണ്ടുപോയി കൊടുക്കും, അങ്ങനെ വിൽക്കും. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ ജ്വല്ലറി കണക്കുന്ന വലിയ മോഡൽസും കാര്യങ്ങളും. പക്ഷെ ഒരു കല്യാണ പാർട്ടിക്ക് ഇവിടെ നിന്ന് സ്വർണ്ണം എടുത്താൽ കല്യാണം നടത്താനുള്ള കാശ് നിന്ന് സ്വർണ്ണം എടുക്കുമ്പോൾ കിട്ടും. എൻ്റെ അച്ഛൻ്റെ സ്ഥാപനമാണ്. 40 വർഷത്തിന് മുന്നേ ഞാൻ തുടങ്ങിയതാണ്. വിദ്യാഭ്യാസമൊക്കെ പകുതി വെച്ച് പോയപ്പോൾ എൻ്റെ അച്ഛൻ തന്ന സ്ഥാപനത്തിൽ ഞാൻ റൺ ചെയ്ത് പോവുകയാണ്. അന്ന് മുതൽ ചെറിയൊരു മാർജിനിൽ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാണെന്ന് ആൾക്കാർ സെയിൽ ചെയ്യാൻ വേണ്ടി ഈ പാർക്ക് ആൻഡ് സെയിലുകൾ, ട്രൂ വാല്യൂ ആണ്. പാർക്ക് ആൻഡ് സെയിലുകൾ എനിക്ക് ഗോൾഡ് തരും. ഞാൻ യൂട്യൂബ് ചാനൽ എൻ്റെ സ്റ്റാറ്റസിനൊക്കെ ഇട്ട് അത് സെയിൽ ചെയ്ത് കൊടുക്കും. ചെറിയൊരു മാർജിൻ മാത്രമാണ്. അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്കും ഭയങ്കര ലാഭമാണ്, വിൽക്കുന്നവർക്കും ഭയങ്കര ലാഭമാണ്. പിന്നെ നിങ്ങൾക്ക് ലാഭമുള്ള പരിപാടിയുടെ വീഡിയോ മാത്രമേ എണ്ണം ചെയ്യുള്ളൂ എന്നറിയാമല്ലോ. അപ്പം നമ്മുടെ ജയറാമേട്ടൻ്റെ മാളവിക ജ്വല്ലറി തിരുവനന്തപുരം ചാല ആര്യശാലയിലാണ്.